നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസു ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മൂന്നാറിൽ ആശ്വാസം. മൂന്നാറിലെ റിസോർട്ട് വിവാദത്തിൽ സർക്കാരിന് ആശ്വാസം. ലൗഡേൽ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്ന 22 സെന്റ് സർക്കാർ ഭൂമിയെന്ന് ഹൈക്കോടതി. ഏറ്റെടുക്കൽ നടപടികളുമായി ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ടു പോകാം. ഹൈക്കോടതി ഉത്തരവ് റിസോർട്ട് ഉടമ വി ജോർജ് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള കളക്ടറുടെ ഉത്തരവും കോടതി ശരിവച്ചു. മൂന്നാറിൽ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി. ഒഴിപ്പിക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകും. പാട്ടവ്യവസ്ഥ ലംഘിച്ച എല്ലാ ഭൂമിയും തിരിച്ചുപിടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇ ചന്ദ്രശേഖരൻ. മൂന്നാർ കയ്യേറ്റം ഉൾപ്പെടെ വിവാദങ്ങൾ ചർച്ച ചെയ്ത് CPI സംസ്ഥാന കൗൺസിൽ തലസ്ഥാനത്ത്. കുടുങ്ങുന്നത് ആരൊക്കെ? നടിയെ ആക്രമിച്ച കേസിൽ തെളിവുകൾക്ക് കൂടുതൽ സ്ഥിരീകരണം ലഭിച്ചതോടെ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. പൾസർ സുനിക്കെതിരായ പഴയ പരാതികളിൽ അന്വേഷണം നടത്തും. പുനരന്വേഷണം 2 വർഷം മുമ്പ് വൈറ്റ് ലൈനിൽ വെച്ച് നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ഇതു സംബന്ധിച്ച ഫയൽ എത്രയും വേഗം ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ADGP B സന്ധ്യ. കേസിൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ വീഴ്ച പോലും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്നതിനാൽ പഴുതുകളെല്ലാം അടച്ചതിനു ശേഷം മാത്രം അറസ്റ്റിലേക്ക് കടന്നാൽ മതിയെന്ന് ഉദ്യോഗസ്ഥർക്ക് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. നടി അക്രമത്തിനിരയായതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ ഗൂഢാലോചന തെളിയിക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമത്തിൽ പോലീസ്. സാഹചര്യ തെളിവുകൾ എതിരായതോടെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ ദിലീപും നാദിർഷായും. മുൻകൂർ ജാമ്യം തേടി ഇരുവരും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായി വിവരം. താരങ്ങൾ ഇതു സംബന്ധിച്ച് അഭിഭാഷകരുമായി ചർച്ചകൾ നടത്തിയതായും സൂചന. സംഭവത്തിൽ സിനിമാ പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും പങ്കിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെച്ചത് നാദിർഷയുടെ നിസ്സഹകരണമെന്ന് റിപ്പോർട്ട്. ആലുവ പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിൽ നാദിർഷ ദീർഘനേരം മൗനം പാലിച്ചെന്ന് വിവരം. സ്രാവുകൾക്ക് നെഞ്ചിടിപ്പ്. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി നീട്ടി അങ്കമാലി കോടതി. പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യത്തിൽ റിമാൻഡ് നീട്ടിയത് ഈ മാസം 18 വരെ. ഇതുവരെ ലഭിച്ച മൊഴികളിലും തെളിവുകളിലും കൂടുതൽ വ്യക്തത വരുത്താനുണ്ടെന്നും പോലീസ്. തെളിവുകളിൽ കൂടുതൽ വ്യക്തത തേടാൻ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ച് പോലീസ്. കാക്കനാട് ജില്ലാ ജയിലിലെ CCTV ദൃശ്യങ്ങളിൽ പരിശോധന. നടപടി സാങ്കേതിക വിദഗ്ധരെ കൊണ്ടുവന്ന്. സുനിൽകുമാറിന്റെ ജയിലിലെ ഫോൺ ഉപയോഗത്തിലും തെളിവെടുപ്പ്. കേസിൽ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ടെന്ന് പൾസർ സുനി. വക്കീലായ അഡ്വക്കേറ്റ് ആളൂരിനെ വേണമെന്നും ആവശ്യം. അതിനിടെ പൾസറിന്റെ വക്കാലത്തിനെ ചൊല്ലി അഭിഭാഷകർക്കിടയിൽ തർക്കം. കക്ഷിയെ തേടി വക്കീൽ ജയിലിൽ പോകുന്ന പതിവില്ലെന്ന് സുനിയുടെ മുൻ അഭിഭാഷകൻ ടെനിയും ഗൂഢാലോചന ഉടൻ പുറത്തു കൊണ്ടുവരുമെന്ന് അഡ്വക്കേറ്റ് BA ആളൂർ. കാത്തിരിപ്പ് 200-നായി. നോട്ട് ക്ഷാമം പരിഹരിച്ചതിന് പിന്നാലെ 200 രൂപയുടെ പുതിയ നോട്ടിറക്കാനൊരുങ്ങി റിസർവ് ബാങ്ക്. നീക്കം ധനമന്ത്രാലയവുമായി നടത്തിയ തിരക്കിട്ട കൂടിയാലോചനകൾക്ക് ശേഷം ഇതിനായുള്ള പ്രിന്റിംഗ് ഓർഡർ തയ്യാറായതായും റിസർവ് ബാങ്ക്. അതേസമയം റദ്ദാക്കിയ 1000-500 രൂപ നോട്ടുകൾ മാറ്റിവാങ്ങാനുള്ള സമയപരിധി നീട്ടി നൽകുന്നത് സംബന്ധിച്ച് പുനഃപരിശോധന വേണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. ഒരാൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അയാളുടെ പണം ഏറ്റെടുക്കാനോ ന്യായമായ രീതിയിൽ സമ്പാദിച്ച പണത്തെ ഇല്ലാതാക്കാനോ സർക്കാരിന് അവകാശമില്ല. ഇത് പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും 2 ആഴ്ചയ്ക്കുള്ളിൽ നിലപാടറിയിക്കണമെന്നും സുപ്രീം കോടതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസു ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.